താജുദ്ദീൻ എന്ന് പറയുന്ന ആൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്, നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട്. അതിലാണ് ഇപ്പം ഇന്നലെ വിധിയായിട്ടുള്ളത്. ആ വിധിയിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ നഷ്ടപരിഹാരം 10 ലക്ഷം താജുദ്ദീനും 1 ലക്ഷം വീതം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 2 മക്കൾക്ക് 3 മക്കൾക്ക് അല്ലേ, അങ്ങനെ 14 ലക്ഷം രൂപയാണ്. 14 ലക്ഷം രൂപയെന്ന് ഇതിൽ ഇദ്ദേഹം അനുഭവിച്ച മാനസികമായിട്ടുള്ള യാതനകൾ, ശാരീരികമായിട്ടുള്ള പീഡകൾ, സാമ്പത്തിക നഷ്ടം, ഇതുമായിട്ട് തട്ടിച്ചുമ്പോൾ ഒന്നുമല്ല. പക്ഷേ കോടതി വിധിയിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ റിറ്റ് പെറ്റീഷനുള്ള വിധിയാണ്, ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരത്തിന് വേണ്ടി സിവിൽ പ്രൊസീജിയേഴ്സ് ആരംഭിക്കാം എന്ന് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹത്തിന് സിവിൽ കോടതിയെ സമീപിച്ചിട്ട് കൂടുതൽ നഷ്ടപരിഹാരം മേടിക്കാവുന്നതാണ്. അതെനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ഹൈക്കോടതി വിധി ഉള്ള സ്ഥിതിക്ക് വളരെ എളുപ്പം അത് സാധിക്കും. വർഷങ്ങൾ എടുക്കുമെങ്കിലും എളുപ്പം സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൽ വേറൊരു കാര്യം, ഈ പറയുന്ന 14 ലക്ഷം രൂപ അത് ഈ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണമെന്നല്ല വിധിയിൽ പറയുന്നത്. അങ്ങനെ ഈടാക്കുന്നതിൻ്റെ നിയമപരമായ സാധ്യതകൾ സർക്കാരിന് അന്വേഷിക്കാം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഞാൻ മുമ്പ് ഇതേക്കുറിച്ച് ഔട്ട് ഓഫ് ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇന്നത്തെ ലീഗൽ സിസ്റ്റത്തിൽ ഈ റോങ്ഫുൾ പ്രോസിക്യൂഷൻ എന്നുള്ളത് ലീഗലി ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. അതിനെ മറികടക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ, അതിന് ഏതെങ്കിലും നിലക്കുള്ള ഒരു ലീഗൽ റെമഡിക്ക് വേണ്ടിയുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു നിയമം, അതിനെ ഡീൽ ചെയ്യുന്നൊരു നിയമം നമ്മുടെ IPCയിലും ഇല്ല, പുതിയ BNSലും ഇല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇന്ത്യയിലെ ഒരു വലിയൊരു കടുത്തൊരു യാഥാർത്ഥ്യമാണ് ഈ റോങ്ഫുൾ പ്രോസിക്യൂഷൻ. നമ്മൾ ഒരുപാട് സ്ഫോടന കേസുകളിലെ റോങ്ഫുൾ പ്രോസിക്യൂഷനെ കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. നമ്പിനാരായണൻ്റെ കേസ് വളരെ പ്രധാനമാണ്. നമ്പിനാരായണന് അഗൈൻ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം സുപ്രീം കോടതി വിധിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കേസസ് കോടതിയിൽ എത്തുമ്പോഴാണ്. അപ്പോഴും എഗൈൻ ഇതിനെല്ലാം കവർ ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഒരു ലീഗൽ ഫ്രെയിം വർക്ക് നമുക്കില്ല, ഒരു നിയമം നമുക്കില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ 2018 ലോ കമ്മീഷൻ, AP ഷാ അധ്യക്ഷനായ ലോ കമ്മീഷൻ സർക്കാരിന് മുമ്പിലൊരു റെക്കമെൻഡേഷൻ, അവരുടെ ലോ കമ്മീഷൻ റെക്കമെൻഡേഷനായി കൊടുത്തിട്ടുണ്ടായിരുന്നു തൽക്കാലം. ഞാനതേക്കുറിച്ച് പറഞ്ഞാൽ അതിൽ വ്യക്തിപരമായി ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഈ പറയുന്ന റോങ്ഫുൾ പ്രോസിക്യൂഷന് തടയാൻ വേണ്ടിയുള്ള നിയമപരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണം നടത്തണം എന്നൊരു ശുപാർശ ഞാൻ ഭാഗമായിട്ടുള്ള ഒരു NGO ഈ AP ഷാ കമ്മീഷന് കൊടുത്തിരുന്നു. ആ ഒരു ശുപാർശ കൂടെ അദ്ദേഹം ഇതിൽ കോട്ട് ചെയ്യുന്നുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ. അപ്പോൾ അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെ റോങ്ഫുൾ പ്രോസിക്യൂഷൻ, മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ്, ലീഗൽ റെമഡീസ് എന്ന് പറഞ്ഞിട്ടാണ് 2018 റിപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് വരെയും അത് നമ്മൾ പാർലമെൻറ്റ് ചർച്ച ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഹോം മിനിസ്ട്രിയോ ലോ മിനിസ്ട്രിയോ അതിനകത്ത് എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്തിട്ടില്ല. പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനാണ് ലോ കമ്മീഷൻ്റെ. കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ പല കേസുകളുടെ പേരിൽ, പല കാരണങ്ങളുടെ പേരിൽ ഈ നിലക്ക് തെറ്റായി പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയും തെറ്റായി കേസുകൾ ഫ്രെയിം ചെയ്യപ്പെടുകയും അവരുടെ ജീവിതം, അവരുടെ കുടുംബത്തിൻ്റെ ജീവിതം, അവരുടെ ഭാവി മുഴുവൻ കോഞ്ഞാട്ടയായി പോയതിൻ്റെ ആയിരക്കണക്കിന് 10,000-കണക്കിന് അനുഭവങ്ങൾ ഇന്ത്യയിലെമ്പാടും നമുക്ക് കാണാൻ പറ്റും. 10, 12, 15 വർഷം ജയിലിൽ കിടന്ന ആളുകളുണ്ട്, യൗവനം കരിഞ്ഞുപോയ മനുഷ്യരുണ്ട്. അപ്പോൾ അത് റോങ്ഫുൾ പ്രോസിക്യൂഷനെ എങ്ങനെ അതുകൊണ്ടാണ് ഇന്നലത്തെ കോടതി വിധിയിൽ ഈ നഷ്ടപരിഹാരം പോലീസുകാരിൽ നിന്ന് ഈടാക്കുന്നതിൻ്റെ നിയമപരമായ വഴികൾ സർക്കാർ നോക്കണം എന്ന് പറയാൻ കാരണം, ഇന്നത്തെ ഒരു നിയമം വെച്ച് അത് സാധ്യമല്ല എന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. ഈ റോങ്ഫുൾ പ്രോസിക്യൂഷൻ നടത്തുന്ന പോലീസുകാരെ അക്കൗണ്ടബിൾ ആക്കാനുള്ള അതിനുള്ള ലീഗൽ ഫ്രെയിം വർക്ക് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ മനുഷ്യൻ അനുഭവിച്ചതുപോലുള്ള സംഗതികൾ പലരും അനുഭവിക്കേണ്ടി വരും. ഇതിനകത്ത് നോക്കൂ, കേരളത്തിലെ മാധ്യമങ്ങൾ അതും നോക്കണം. ഇദ്ദേഹം നാട്ടിലുണ്ടായിരിക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ശേഷം ഒരു കാര്യം നടക്കുന്നുണ്ട്. ഇത് കണ്ണൂർ ജില്ലയിൽ കതിരൂരിലാണ് ഈ സംഭവം. കോഴിക്കോട് ജില്ലയിലെ എടച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാലമോഷണ കേസിൽ ഇങ്ങേര് തന്നെയാണ് അതിലെയും പ്രതി എന്ന് പറഞ്ഞിട്ട് പോലീസ് വാർത്ത കൊടുക്കുന്നുണ്ട്, വാർത്ത പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് സകല പത്രങ്ങൾ അടിച്ചു വന്നിട്ടുണ്ട്. ആ മനുഷ്യനെതിരെ വാർത്ത പ്ലാൻ ചെയ്ത് വേറെ വാർത്തകൾ പോലും പോലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലൊരു മാധ്യമത്തിന് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ അങ്ങനെ സംസാരിക്കാനുള്ളൊരു ക്യാപിറ്റലില്ല. അങ്ങനെ സംസാരിക്കാൻ സാധിക്കണ്ടേ? കാരണം അയാൾ മാലക്കള്ളനാണ്, സ്വർണ്ണക്കള്ളനാണ്, മാല മോഷ്ടിച്ച് പോകുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഫ്രെയിം ചെയ്യപ്പെടുന്ന മനുഷ്യർക്കെല്ലാം ഉണ്ട്. നമ്മൾ തന്നെ ഇതിലേക്ക് ഇറങ്ങുന്നതിന് ഖത്തറിൽ വെച്ച് അവിടെയുള്ള ചില അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ഇതിൽ കൺവിൻസ്ഡ് ആയുള്ള സുഹൃത്തുക്കൾ, വളരെ തികഞ്ഞ ബോധ്യമുള്ള സുഹൃത്തുക്കൾ നമ്മൾ റിപ്പോർട്ട് സമീപിച്ചുകൊണ്ടാണ്.
അപ്പോൾ ഇത്തരം മനുഷ്യർ സാധാരണഗതിയിൽ പോലീസിൻ്റെ ഈ വേട്ടയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി പരാജയപ്പെടുക, തകരുക, തോൽക്കുക, പിന്മാറുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് മുമ്പിലെ വഴി. ഈ മനുഷ്യന് ഫൈറ്റ് ചെയ്യാൻ നിന്നു. അതിൽ പ്രത്യേകമായി മെൻഷൻ ചെയ്യേണ്ട ഒരു പേരുണ്ട്, കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം. അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയിൽപ്പെട്ട സ്ഥലമല്ല, പക്ഷേ എങ്ങനെയോ ഖത്തറിൽ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ വഴി അദ്ദേഹം ഈ വിഷയം അറിയുന്നു, അതിൽ ഇടപെടുന്നു, നിരന്തരം അതിൻ്റെ പിറകെ കൂടിയിട്ട് ഈ മനുഷ്യനെ സഹായിക്കുന്നു. ഈ സന്ദർഭത്തിൽ താജുദ്ദീൻ നടത്തിയുള്ള പോരാട്ടവും അതിന് TV ഇബ്രാഹിം നൽകിയുള്ള പിന്തുണയും എല്ലാം നമ്മൾ ഓർക്കണം. റോങ്ഫുൾ പ്രോസിക്യൂഷനെതിരായിട്ടുള്ള ഒരു ശരിയായ നിയമ നടപടിക്കുള്ള ഒരു പ്രചോദനമായി ഈ കേസ് മാറട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.